ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇതെന്തെന്ന് അറിയാവോ? ഈ ഇല കണ്ടിട്ടുണ്ടോ? ഈ വള്ളി, ഇതിൻ്റെ പേരാണ് കൂർക്ക. ഇത് ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ കുറച്ച് പടന്ന് കിടക്കുന്നു. അവർ വിളവെടുത്തിട്ട് അതിൻ്റെ വള്ളി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അത് അവിടെ പടന്ന് കിടന്നു. അതിൽ നിന്ന് ഞാനൊരു കുറച്ച് തണ്ടെടുത്തുകൊണ്ട് വന്നതാണ്. കൂർക്ക. കൂർക്കയുടെ വേറൊരു പേരെന്തുവാണെന്നറിയാവോ? ചൈനീസ് പൊട്ടറ്റോ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ഭക്ഷ്യവിളയാണ് കൂർക്ക. ഉഷ്ണമേഖലാ പ്രദേശത്തും മിത ശീതോഷ്ണ മേഖലകളിലും കൂർക്ക കൃഷി ചെയ്യാം. നന്നായിട്ട് വളരും അവിടെ. കാഴ്ചയിൽ ഇത് ചെറുതാണെങ്കിലും സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമാണ് കൂർക്ക. കൂർക്കയിൽ 20% അന്നജമുണ്ട്. പിന്നെ കാൽസ്യം, അയണ്, പിന്നെ വൈറ്റമിൻ സി, ഇവയുടെയൊക്കെ കലവറയാണ്. ഇത് നടാനായിട്ട് ഇതിനെ പരിപാലിക്കാൻ അധികം പരിചരണമൊന്നും നമുക്ക് വേണ്ട. ഇതെവിടെ വേണേലും വളരും. വല്ലപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൃഷി ചെയ്യാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ജൂലൈ മുതൽ ഒക്ടോബർ മാസം വരെയാണ്. ആ മാസങ്ങളിലാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. ഇത് 4-5 മാസം കൊണ്ട് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും. മാക്സിമം പോയാൽ 5 മാസം ആകുമ്പോൾ ഇതിൻ്റെ വിളവെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നടുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ വള്ളിയാണ് നടുന്നത്. ഇതിൻ്റെ വള്ളി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൂർക്കയില്ലേ, കൂർക്കയെ പാകണം. പാകി അതിനെ കിളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ വള്ളിയാണ് നമ്മൾ മണ്ണിൽ നടുന്നത്. ഇത് ഞാനിപ്പം നട്ടിരിക്കുന്നത് എൻ്റെ ടെറസിലാണ്. ടെറസിൽ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. ഗ്രോ ബാഗിൽ ഞാൻ ആദ്യം കുറച്ച് കരിയില വാരിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ഇളക്കിയിട്ട് മണ്ണിനെ തയ്യാറാക്കിയതിന് ശേഷം അതിനകത്തായിട്ടാണ് ഞാൻ ഈ വള്ളി നട്ടിരിക്കുന്നത്. ഈ തണ്ടിനകത്ത് തണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ആ തണ്ടയിലോട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കേണ്ടത്. കണ്ടോ, ഞാനവിടെ അത് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ആ തണ്ടുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കണം. ആ തണ്ടിനകത്ത് അപ്പം വേര് ഇറങ്ങും. കണ്ടോ ഞാൻ ചെയ്യുന്ന കണ്ടോ, തണ്ട് അങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് അതേപോലെ മണ്ണിട്ട് കൊടുക്കും. ഞാൻ പിന്നെ ഇത് ടെറസിലാണ് നട്ടേക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലയും കൂടെ ഒക്കെ വാരിയിട്ടിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞ് നട്ടിട്ട് കണ്ടോ, അത് കിളിച്ച് നല്ല പാകമായിട്ട് നിൽക്കുകയാണ്. കിളിച്ച് നല്ല ഭംഗി നിൽക്കും. ഇത് നമ്മൾ വിളവെടുക്കുന്ന സമയമെന്ന് പറയുന്നത്, ഇത് തിരിച്ചറിയുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് ഉണങ്ങും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കിഴങ്ങുകളായി, ഇത് പാകമായി, വിളവെടുക്കേണ്ട സമയമായി എന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല ടേസ്റ്റുള്ളതും ഉള്ള നല്ല പോഷക സമൃദ്ധമായ ഒരു കിഴങ്ങ് വർഗ്ഗമാണിത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇതെൻ്റെ ടെറസിലാണ്. വേണ്ട, അടിപൊളിയല്ലേ? അപ്പോൾ ഇതേവണ്ണം വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കേ, ബായ്. കണ്ടോ, കൂർക്ക പടർന്നെടുത്തൊക്കെ നിൽക്കുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആയാൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറിയും കിട്ടും. നമുക്ക് മനസ്സിന് ഭയങ്കര റിലാക്സ് ആകും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കേ. ഓക്കേ.